ലീഗിനെ LDFിലേക്ക് പരോക്ഷമായി സ്വാഗതം ചെയ്ത് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. ലീഗിന്റെ 70% അണികളും കോൺഗ്രസിനൊപ്പം നിൽക്കാൻ മാനസികമായി വിയോജിപ്പുള്ളവരാണെന്ന് AK ബാലൻ 24നോട് പറഞ്ഞു. ലീഗിന്റെ വോട്ട് ഇത്തവണ കൃത്യമായി കൈപ്പത്തി ചിഹ്നത്തിൽ വീഴില്ല. ലീഗിനെ LDFിൽ എടുക്കുമോ എന്ന ചോദ്യത്തിന് ലീഗ് ഒരു തീരുമാനമെടുത്താലല്ലേ നിലപാട് പറയാൻ സാധിക്കൂ എന്നും AK ബാലൻ വ്യക്തമാക്കി. കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നതിൽ മാനസികമായി യോജിപ്പില്ലാത്ത ആൾക്കാരാണ്. ഒരു രൂപത്തിലും കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് അധികകാലം അവർക്കതിൽ നിൽക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ കൂട്ടുമോ ഇല്ലയോ എന്നുള്ളതാണല്ലോ. അത് ഔപചാരികമായിട്ട് അവരൊരു തീരുമാനം എടുത്തതിന് ശേഷം മാത്രമല്ലേ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കേണ്ടതുള്ളൂ. ഒരു കാര്യം വ്യക്തമാണ്, അതിൽ നിൽക്കാൻ അവർക്ക് പറ്റില്ല. ഒരിക്കലും അവർക്ക് കഴിയില്ല. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ദീപക് ധർമ്മടം, ലീഗും കോൺഗ്രസും തമ്മിൽ നിലവിൽ ഒരു തർക്കവുമില്ല. എന്നിട്ടും ലീഗുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു പ്രതികരണം ബാലൻ നടത്തുന്നത് എന്തുകൊണ്ട്? തർക്കമില്ലെന്ന് വേണു നമുക്ക് പുറത്തു നിന്നും മനസ്സിലാകുന്നുണ്ടെങ്കിലും ലീഗ് നേതൃതലത്തിലെ അകത്തള സംസാരങ്ങളിൽ കൃത്യമായ അഭിപ്രായ എന്നുള്ളതാകുന്നത് അത് കൃത്യമായി CPIM നിരീക്ഷിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സർക്കാർ സംവിധാനത്തിൽ ഉൾപ്പെടെ അത്തരത്തിൽ കാര്യങ്ങളുടെ വിവരശേഖരണം, ഇന്റലിജൻസ് വിവരങ്ങൾ ഉണ്ടാകാം. ഏതായാലും CPIM ഈ പ്രാവശ്യം ഔദ്യോഗികമായി തന്നെ കണക്ക് കൂട്ടുന്നത് ലീഗ് അണികളിൽ നിന്നുള്ള വലിയ ഒരു വോട്ട് പ്രതീക്ഷിക്കുന്നു. അത്തരമൊരു വിലയിരുത്തൽ CPIM പ്രാഥമികമായി എടുത്തതിന്റെ സാഹചര്യത്തിൽ കൂടിയാണ് AK ബാലന്റെ ഇത്തരമൊരു പ്രതികരണം. AK ബാലനോട് ആവർത്തിച്ച് ഞാൻ ചോദിച്ചതും ഇത് തന്നെയാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. അതിലൊന്ന് പ്രധാനമായും ഈ പൗരത്വ രജിസ്റ്റർ വരാൻ പോകുന്നു, പൗരത്വ നിയമ ഭേദഗതി നോട്ടിഫൈ ചെയ്തിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. ആ കാര്യത്തിൽ കോൺഗ്രസിന്റെ മൃദു സമീപനം, ഇതെല്ലാം തന്നെ ലീഗ് അണികളിൽ വലിയ രീതിയിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമൂഹത്തിലാകെയും ലീഗിൽ സവിശേഷമായും അത്തരത്തിൽ ഒരു പ്രതിഷേധമുണ്ട്. ഈ പ്രതിഷേധം കൈപ്പത്തി ചിഹ്നത്തിൽ ഒന്നാകെ വോട്ട് ചെയ്യുന്ന ലീഗ് അണികളിൽ വലിയ അളവ് കുറവ് വരും എന്നുള്ളതാണ് AK ബാലൻ പറഞ്ഞത്. മറ്റൊരു കാര്യം, നമുക്ക് ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് ഒരു തന്നെ ലീഗ് നേതൃത്വവുമായുള്ള ചർച്ചകൾ അനൗപചാരികമായി നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. സൗഹൃദ സംഭാഷണമായാണ് ചർച്ചകൾ. രാജ്യസഭയിലേക്ക് ലീഗിനൊരാളെ ജയിപ്പിക്കാൻ CPIMന്റെ 2 സ്ഥാനാർത്ഥികളെ, രാജ്യസഭാ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ള വോട്ടുകൾ മാത്രം മതി എന്നുള്ള ഇൻഡിക്കേഷൻസ് ഉൾപ്പെടെ കൃത്യമായി ലീഗ് നേതൃത്വത്തിന് CPIM നേതാക്കൾ, ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ ഉൾപ്പെടെയുള്ളവർ നൽകി എന്നുള്ള വിവരവുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ AK ബാലന്റെ ഈ ഇന്നത്തെ 24ലുള്ള ഈ നിർണായകമായ വെളിപ്പെടുത്തൽ ലീഗ് അണികളുടെ വോട്ടുകൾ കൈപ്പത്തി ചിഹ്നത്തിൽ പൂർണ്ണമായി പോകില്ലെന്ന വെളിപ്പെടുത്തലിന് രാഷ്ട്രീയ പ്രാധാന്യം കൂടാണ്. CPIM സംഘടനാപരമായി അത്തരത്തിൽ ഒരു നിലപാടെടുത്ത് തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. വേണുഗോപാലകൃഷ്ണൻ. ദീപക്, കഴിഞ്ഞ ദിവസം ഈ CAAയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ വന്ന ഘട്ടത്തിൽ തന്നെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുകയുണ്ടായി, 4 സീറ്റ് കോൺഗ്രസിന് അധികം കിട്ടുകയാണ് വേണ്ടത്, ആ സാഹചര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്ന്. അതുകൂടാതെ അവരാണ് അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു പാർട്ടി, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി. CPM ദേശീയ തലത്തിൽ ആ ചിത്രത്തിലേ ഇല്ല. അവർ വന്നാൽ അത് അറബിക്കടലിൽ എറിയുമെന്ന വ്യക്തമായ നിലപാട് കേരള നേതൃത്വം എടുത്തിട്ടുമുണ്ട്. കൂടാതെ രാഹുൽ ഗാന്ധിയും ഇനി തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചാരണ രംഗത്ത് സജീവമാകുമ്പോൾ ഈ ബാലൻ കണക്ക് കൂട്ടുന്ന തരത്തിലുള്ള നീക്കങ്ങളുടെ സാധ്യത എത്രത്തോളമാണ്? ഇതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ലീഗ് പ്രവർത്തകരുടെ ആവേശക്കുറവ് പല മണ്ഡലങ്ങളിലും പ്രകടമാണ്. വേണു ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ ദിവസമാണ് KPCC അധ്യക്ഷൻ K സുധാകരനുമായുള്ള നമ്മുടെ 1-to-1-ൽ അദ്ദേഹം പറഞ്ഞത് അതൊക്കെ ശരിയാകുമെന്നാണ്. അതായത് ലീഗ് അണികൾ സജീവമാകും ഇനി എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ ഈ കാര്യം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമുമായി സംസാരിച്ച സമയത്തും ഈ പ്രവർത്തകരിൽ ഒരു മന്ദിപ്പ്, കോൺഗ്രസിന്റെ നിലപാടിലുള്ള മന്ദിപ്പുണ്ട്, പക്ഷെ അതെല്ലാം തെരഞ്ഞെടുപ്പ് വേളയാവുമ്പോഴേക്ക് ഓവർകം ചെയ്യാൻ ശ്രമിക്കും എന്നുള്ള ഒരു രീതിയിലുള്ള പ്രതികരണമാണ് അദ്ദേഹവും സംസാരിച്ചത്. ഏതായാലും ലീഗ് പഴയതുപോലെ ഫുൾ സിംഗിൽ കോൺഗ്രസിന് വേണ്ടി വിയർപ്പൊഴുക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യാസം വന്നിട്ടുണ്ട്. അത് 3-ാം സീറ്റിൽ നിഷേധിച്ചതിലും, അതുപോലെ രാജ്യസഭയിൽ സീറ്റ് നൽകുന്നു എന്ന് പറഞ്ഞാലും അടുത്ത സീറ്റ് അത് കോൺഗ്രസിന് കൊണ്ടുപോവുകയാണ്. അപ്പൊ ഫലത്തിൽ ലീഗിന് 1 സീറ്റ് മാത്രമേ ലഭ്യമാകുന്നുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ടാക്ടിക്കൽ പൊളിറ്റിക്സ് ആണ് കോൺഗ്രസ് കളിക്കുന്നത്. ദേശീയ തലത്തിൽ ഒരു മൃദു ഹിന്ദുത്വ സമീപനമുണ്ട് എന്നുള്ളതും CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അത് നടപ്പിലാക്കില്ല എന്ന് പിണറായി വിജയൻ കേരളത്തിൽ പറഞ്ഞതുപോലെ പറയുന്നില്ല എന്നുള്ളതെല്ലാം തന്നെ വിലയിരുത്തിക്കൊണ്ടാണ് ലീഗ് ഇത്തരത്തിൽ നിലപാടെടുക്കുന്നത്. ഏതായാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി ലീഗ് ചില സൂചനകൾ, കൃത്യമായ അടയാളപ്പെടുത്തലുകൾ നടത്തുമെന്ന് തന്നെയാണ് CPIM കണക്കുകൂട്ടുന്നത്. അതിന്റെ സാധ്യത എത്രമാത്രമാണ് എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലെ പറയാൻ സാധിക്കുകയുള്ളൂ. വേണുഗോപാലകൃഷ്ണൻ. ദീപക്, ഈരാറ്റുപേട്ട സംഭവത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം അത് മുസ്ലിം സമുദായ നേതൃത്വത്തെ അടക്കം കുത്തിനോവിക്കുന്നതായിരുന്നു.
മുഖ്യമന്ത്രി അക്കാര്യത്തിൽ യാതൊരു തിരുത്തലും വരുത്തിയിട്ടില്ല. കൂടാതെ CAA കേസുകളുടെ കാര്യവും ഇപ്പോൾ സജീവ ചർച്ചാ വിഷയമാണ്. ഇത്തരം അനുഭവ യാഥാർത്ഥ്യങ്ങളും ലീഗ് അണികളെ സ്വാധീനിക്കുന്നതല്ലേ? സ്വാഭാവികമായും അത് സ്വാധീനിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ എന്നാൽ ഈ ഈരാറ്റുപേട്ട പ്രസംഗത്തെ ഒറ്റപ്പെട്ട സംഭവമായി കണ്ട് തള്ളുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ലീഗ് നേതൃത്വത്തിന്റെ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നില്ല. നമ്മളൊരു കാര്യം നോക്കേണ്ടത്, കഴിഞ്ഞ കുറച്ച് നാളുകളായി ലീഗ് നേതാക്കളുടെ പ്രതികരണം എടുത്താൽ CPIM-നെ കടന്നാക്രമിക്കുന്ന പ്രതികരണങ്ങൾ കുറയുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും കോൺഗ്രസിനെ ജയിപ്പിക്കണം എന്ന് പറയുന്നതല്ലാതെ അതിലപ്പുറത്തേക്കുള്ള ഒരു വലിയ രീതിയിലുള്ള കടന്നാക്രമണം ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ നടക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ മുൻപുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെയല്ല. കൂടുതൽ ശക്തമായി ആക്രമണം നടത്തുന്നതിൽ ലീഗിന്റെ നേതൃനിര ഒന്നാകെ വരുന്നത് പതിവാണ്. പക്ഷെ അത് ആ രീതിയിൽ കാണുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ലീഗ് നേതൃതലത്തിലും അണികൾക്കിടയിൽ പ്രത്യേകിച്ചും ഒരു വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം എന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഈ കോൺഗ്രസ് ഇങ്ങനെ പോയാൽ മതിയോ എന്നുള്ള ചോദ്യമുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. വേണു ബാലകൃഷ്ണൻ. ശരി, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകി.